വാലന്റൈൻസ് ഡേ ഡിന്നറിനൊക്കെ പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ഞാൻ അനിക്കയുണ്ട്, മെൽവിനുണ്ട്, നമ്മുടെ നായകനും, അതുപോലെ പോയല്ലോ. ഓക്കെ, പിന്നെ അതുപോലെ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. എല്ലാവരും ഇവിടെ എത്തിയിട്ടില്ല, പക്ഷെ അവരെല്ലാവരെയും നമ്മൾ ഈ ഒരു അവസരത്തിൽ സ്വാഗതം ചെയ്തു. And with that, we are moving straight ahead with the audio launch. And Melvin, both of you. രണ്ടുപേരുടെയും ഹീറോ ആയിട്ടും ഹീറോയിൻ ആയിട്ടും ഉള്ള ആദ്യത്തെ ഫിലിമാണ്. അനികയുടെ മലയാളത്തിലെ ഹീറോയിൻ ആയിട്ടുള്ള ആദ്യത്തെ ഫിലിമാണ്. സോ അവരുടെ എക്സ്പീരിയൻസും വാട്ട് ദേ വാണ്ട് ടു സേ വിൽ ലിസൺ ടു ഇറ്റ്. നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് ഹീറോയായിട്ട് അഭിനയിച്ച സിനിമയിൽ ഓർമ്മയിലാണ്. ഏറ്റവും വലിയ പ്രത്യേകത മഹേശ്വരൻ്റെ കൂടെ ചേച്ചിയുടെ കൂടെ ഒക്കെ അഭിനയിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. പാട്ട് കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഫെബ്രുവരി 22 പടം ഇറങ്ങണം, എല്ലാവരും പോയി കാണണം. കാരണം എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു, സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇത്ര ഇമ്പോർട്ടൻറ്റ് ഡേയിൽ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് സ്പെൻഡിങ് യുവർ ടൈം വിത്ത് അസ്. ഇത് എൻ്റെ ഫസ്റ്റ് മൂവിയാണ് ലൈക്ക് ഹീറോയിനായിട്ട് മലയാളത്തിൽ. മോർ ദൻ ദാറ്റ് ചേട്ടൻ്റെയും ഫസ്റ്റ് ഹീറോ ആയിട്ടുള്ള മൂവിയാണ്. നമ്മുടെ ഡയറക്ടർ ഡാഗ്ലസ് അങ്കിളിൻ്റെയും ഫസ്റ്റ് ആണ്. കുറേ പേരുടെ മനോജ് അങ്കിളിൻ്റെയും മെനി ഫസ്റ്റ് ആർ ബിഗിനിങ് വിത്ത് ദിസ് മൂവി. സോ കുറേ ഹോപ്പ് ഉണ്ട് ഇതിൽ. And I think that it's hopefully going to work out as well. So എല്ലാവരെയും സപ്പോർട്ട് വേണം, പ്രേയേഴ്സ് വേണം. And thank you so much. എങ്ങനെയുണ്ടായിരുന്നു മെൽവിൻ്റെ കൂടെ അഭിനയിച്ചിട്ട്? ഇസ് മെൽവിൻ എ ഗുഡ് വാലന്റൈൻ? ആണെന്ന് പറയാനോ? പക്ഷെ ഐ തിങ്ക് ജെന്യുവൻലി മെൽവിൻ ചേട്ടൻ ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. സോ ഐ തിങ്ക് ഐ എം കമ്മിങ് ടു ദ പോയിന്റ്. സോ അതുകൊണ്ട് ഐ തിങ്ക് വളരെ നല്ലൊരു വാലന്റൈൻ ആയിരിക്കും. ഫ്യൂച്ചർ ഗേൾ ഫ്രണ്ട്സിനൊക്കെ ഐ ആം ജസ്റ്റ് സേയിങ് എവരിബഡി ഔട്ട് ദർ. മെൽവിൻ, ആർ യു സിംഗിൾ? സിംഗിൾ ആണ്. ഓക്കെ, അപ്പോൾ അനിക്കയുടെ റിവ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മെൽവിൻ വളരെ ജെനുവൻ ആയിട്ടുള്ള ഒരാളാണ്. ആൻഡ് ഓൾസോ ഇസ് സിംഗിൾ ലേഡീസ്. സോ യെസ്, ആർക്കെങ്കിലും അടുത്തൊരു വാലന്റൈൻസ് ഡേക്ക് ഒരു പൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ. ആൻഡ് അനിക്കയുടെ കൂടെ അഭിനയിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഇസ് ഷീ എ ഗുഡ് വാലന്റൈൻ? ഇസ് ഷീ എ ഗുഡ് പെയർ പാർട്ട്ണർ? അനികയും നല്ലൊരു വാലന്റൈനാണ്. സ്നേഹിക്കാൻ പറ്റിയ, പ്രേമിക്കാൻ പറ്റിയ ഒരു പെങ്കൊച്ചാണ് അനിക. ശരി, താങ്ക് യു. എന്നിട്ട് ഇന്ന് പൂവെല്ലാം കൊടുത്തോ? അനിക്കും കൊടുത്തില്ല? മോശമായി പോയി. ഒരു പൂ തരും. ആര്? ഒരു പൂവില്ല. സത്യമായിട്ടാണ് ഒരു അച്ഛൻ മകൾക്ക് കാണുന്നത്. എനിക്ക് സങ്കടമുണ്ട്. Come on, go for it. Show how romantic you are. നോക്കട്ടെ. ഇങ്ങനെ പോയ അടുത്ത പ്രാവശ്യം ഇങ്ങനെ പോയാലും കിട്ടത്തില്ല കേട്ടോ. താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ മൂവി.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഗംഭീര കഥാപാത്രങ്ങളാണ് രണ്ടുപേരും. ഫുക്രു കടന്നു വരൂ. ഫുക്രുവിന് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അടുത്ത ആൾക്ക് ഞാനൊരു വലിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പോവാണ്. നേരത്തെ അനിക പറഞ്ഞതുപോലെ ഒരുപാട് പേരുടെ ഫസ്റ്റ് ആണ് ഈ ഒരു ഫിലിം എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈം സ്ക്രിപ്റ്റ് എഴുതി സിനിമയാക്കിയ ജിനീഷിനെയാണ് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. ജിനീഷിന് പക്ഷെ ഇതിലും കൂടെ കുറച്ചും കൂടെ കൂടുതൽ ഇൻട്രോ തരണം എന്നെനിക്കുണ്ട്. കാരണം ജിനീഷ് 42 സ്ക്രിപ്റ്റ് എഴുതി, അറിയാമോ? ആ സ്ക്രിപ്റ്റ് ഒന്നും ശരിയാവാതെ എന്നല്ല, അതൊക്കെ ഇങ്ങനെ റിജക്റ്റായി സിനിമയല്ലേ. അങ്ങനെ അവസാനം ഈ വേദിയിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ജിനീഷ്. സോ ഇവർക്ക് രണ്ടുപേർക്കും മൈക്ക് ഞാൻ തരും. മൈക്ക് തന്നിട്ട് സംസാരിച്ചോളാം. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം, വലിയൊരു നമസ്കാരം. നേരത്തെ എന്റെ ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്നെയാ വിളിക്കാൻ പോകുന്നത് കേട്ടോ. അത് ഇച്ചിരി ബിൽഡപ്പ് കൂടുതലായിരുന്നു തോന്നില്ലേ, സിനിമയിലെ സീൻ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലായിരുന്നു തോന്നുന്നു. അപ്പം ഇതുവരെ ആരും ചെയ്യാത്തൊരു പ്രൊമോഷനാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. അല്ലേ, എല്ലാവരും ഒന്ന് ഞെട്ടിയിരിക്കുമായിരിക്കും അല്ലേ? അത് പ്രത്യേകിച്ച് ഒന്നുമല്ല, സിനിമയുടെ ലെങ്ത് കുറച്ച് കൂടിയപ്പോൾ 2-3 സീനുണ്ട് ഡിലേറ്റഡായിരുന്നു. അപ്പൊ ആ ഒരു ഡിലേറ്റഡ് സീൻ എന്തായാലും യൂട്യൂബിൽ വരും, അതിന്റെ പ്രൊമോഷൻ ഞാൻ അവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും അത് കയറി കാണണം. അത് ഞാൻ തന്നെ പ്രൊമോട്ട് ചെയ്യുക, വേറെ ആരും ഇതൊരു ചരിത്രത്തിൽ ചെയ്തിട്ടില്ല. പുതിയ അറിവില്ല എല്ലാവർക്കും. ശരിക്കും ഉണ്ട്, അങ്ങൂഞ്ഞൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ജിനീഷ് ചേട്ടനാണ് എനിക്ക് ഒരു വലിയൊരു നല്ലൊരു ക്യാരക്ടർ തന്നത്. അതിപ്പം എന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ മാനേജറിനാണ് ഇതിലോട്ട് ക്ഷണിച്ചതും. അപ്പൊ ഇവരോടെല്ലാം ഒരുപാട് താങ്ക്സ് ഞാൻ പറയുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് അധികം എനിക്കൊന്നും പറയാനില്ല, കാര്യം ഞാൻ ഈ വക സ്റ്റേജുകളിലോട്ട് എക്സ്പീരിയൻസ് വെച്ച് വരുന്നതേ ഉള്ളൂ. 2 സ്റ്റേജ് കഴിയുമ്പോൾ ഞാൻ നല്ലോണം സംസാരിക്കാം. അപ്പൊ ജിനീഷത്തിന് കൊടുക്കല്ലേ. അപ്പൊ ജിനീഷ് ചേട്ടാ പറയൂ, ഫുക്രുവിന്റെ സത്യത്തിൽ സീനൊക്കെ വളരെ കുറവാണോ? ഒറ്റ സീനിലേക്കാണ് വന്നത്. പക്ഷെ അവന്റെ കഴിവ് കാരണം നമ്മൾ അവന്റെ എല്ലാ സീനിലും കഴിവ് കാരണമല്ല, സീനാണെന്ന് രസമുണ്ട്. സന്തോഷമില്ലേ അപ്പൊ ഇങ്ങനെ കൂട്ടി കൊടുത്താൽ അപ്പൊ കൂട്ടി നമ്മളൊരു 4-5 സീന കൂട്ടി അങ്ങ് എഴുതി. 2-3 പോയി യൂട്യൂബിൽ വരുന്നല്ലേ പറഞ്ഞത്. മോശം സീനായതുകൊണ്ട് പോയതല്ല കേട്ടോ, അത് വളരെ നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ജിനീഷ് ഈ സിനിമയെ പറ്റിയിട്ട് എന്താണ് പറയാ? സിനിമയെ പറ്റി എന്നെ വിളിക്കുന്ന ഞാൻ വിചാരിച്ചിട്ടുണ്ടാവില്ല, പഠിച്ചേരാ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ ഞാൻ വിളിക്കുമെന്ന്. ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നതാണോ? എത്ര തവണ നിർത്തുന്നു പറഞ്ഞാൽ വിളിക്കുന്നത്. അപ്പൊ ഇത് ഒരു ലവ് സ്റ്റോറിയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യണേ. പക്ഷെ ഇതിന്റെ അവസാനം 20 മിനിറ്റ് നമ്മൾ ആരും ഇതുവരെ പറയാത്ത അപ്പോൾ ആരും ഇതുവരെ പറയാത്തൊരു വിഷയം ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ വിഷയം ഒരു ലൈനായിട്ട് പറയാം, നിങ്ങൾക്ക് അത് മനസ്സിലാവുകയും ഇതാക്കാം. അയ്യോ, വിഷയം പറഞ്ഞാൽ എല്ലാവരും അറിയില്ല. ആ വിഷയം ഞാൻ പറയും, അത് അങ്ങനത്തെ ഒരു വിഷയമായിട്ട് പറയണേ. മോശമല്ല. ഇതെന്താന്ന് വെച്ചാല് ഇതൊരു ഈ സ്ത്രീകൾക്ക് ഒരു വിഷയം വരുമ്പോഴേ അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോ ആ പ്രശ്നം ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം, അതാണ് നമ്മുടെ സിനിമ. അപ്പൊ ഇത് കൂടുതലും പെൺകുട്ടികൾക്കുള്ള സിനിമയാണ്. അപ്പൊ പെൺപിള്ളേർ വന്നാലാണ് നമ്മളത് വരുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ എല്ലാവരും ഒരു പെൺപിടിച്ച നല്ലത് അല്ലാതെ നമ്മളുടെ കാര്യം. അപ്പൊ അതുകൊണ്ടാണ്. അപ്പോ ഫെബ്രുവരി 24-ാം തീയതി പടം ഇറങ്ങുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. പരിപാടി ഒരു 2 വാക്ക് കൊറിയനിൽ കൂടെ പറഞ്ഞിട്ട് പോയോ? കൊറിയനിൽ പറഞ്ഞിട്ട് പോയോ? സാരംഗിയോ അല്ല, സാരാംഗിയോ അല്ലാതെ. സാരാംഗിയോ എല്ലാവർക്കും അറിയാം അല്ലേ? എല്ലാവർക്കും അറിയാവുന്നതല്ലേ? പറയും. സോ അതാണ് ഓ മൈ
ചാനലിന്റെ സ്വന്തം സ്ക്രിപ്റ്റ് റൈറ്റർ മിസ്റ്റർ ജിനീഷ്. അങ്ങനെ നമ്മൾ അവസാനത്തെ പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് എത്തിയിട്ടുണ്ട്, നമ്മുടെ സ്വന്തം ഷൈൻ ടോം ചാക്കോ. സോ വെൽക്കമിങ് ഹിം ടു ദിസ് വണ്ടർഫുൾ ഇവന്റ്. നമസ്കാരം. വിജീഷ് എന്നെ വിളിച്ചിരുന്നു, ഞാൻ ഡബിങ്ങിലായിരുന്നു കുറുക്കൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ. അപ്പോൾ നേരത്തെ വരാൻ പറ്റിയില്ല, ക്ഷമിക്കണം. ഇവിടെ ഓവുമായിട്ട് ആളില്ലേ അനികയുടെ, അനിക അതിൽ നായികയിലാവും. ആര് നായകൻ? എങ്ങനെയുണ്ടാവും? ഓക്കെ ആണോ? എങ്ങനെയുണ്ടാവും? ഓക്കെ ആണോ? അപ്പം എന്നാൽ ഓർപ്പിച്ചാലോ? കണ്ടും വേണ്ടല്ലേ? ഈ വിജയുടെ കൂടെ അഭിനയിച്ചില്ല? ഇല്ല. അജിത്തിന്റെ പിന്നെ ആരോടെ കൂടെ അഭിനയിച്ചു? മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു. ലാലേട്ടൻ്റെ കൂടെ അഭിനയം ചെറുതായിട്ട്. ഏതാ പടം? ചോട്ടാ മുംബൈ. പിന്നെ ദുൽഖറിന്റെ കൂടെ ബൈക്കിൽ പോയി നീലാകാശം അല്ലേ? ഓക്കെ. അപ്പൊ ഇതിലൊരു ആരാ ഏറ്റവും നല്ല ആക്ടർ ചോദിക്കാൻ പാടില്ല ഒരിക്കലും അല്ലേ? തെലുങ്കിൽ അഭിനയിച്ചോ? തെലുങ്കിൽ 2 ഡയലോഗ് പറഞ്ഞു. ഞാൻ തെലുങ്കിൽ అభినయించాను. ఆవిడ నీకు సరిగా నచ్చబడలే చేస్తే నేను పెళ్ళైన రాత్రి నుంచి గొప్ప എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് ഈ തെലുങ്ക് കന്നഡയും തിരിച്ചറിയാനേ പറ്റില്ല. കേൾവി ഫസ്റ്റ് 4 പേജ് തെലുങ്ക് ഡയലോഗ് 3 പേര് ഞാൻ പറഞ്ഞു മതി, എനിക്ക് ഇനി ഒന്നും തലകയറില്ല. രാത്രിയാണ് ചൂട്. എന്താ ചെയ്തത്? പഠിച്ചോ? പഠിക്കാന്നല്ലാതെ അവര് നല്ല ഇടി കിട്ടും. അപ്പോ ഇതില് മലയാളത്തിലാണ് അതിൽ നായിക അഭിനയിക്കുന്നത്. അല്ല, തെലുങ്കില് ബുട്ടബൊമ്മ എന്ന് പറഞ്ഞ സിനിമ വന്നിരുന്നു, നമ്മുടെ പേലേന്റെ റീമേക്ക് ആയിരുന്നത്. അതിലാരായിരുന്നു? അർജുൻ ദാസും അർജുൻ ദാസിനെ തമിഴിലുണ്ടായിരുന്നു. പിന്നെ സൂര്യ എന്ന് പറഞ്ഞൊരു പുതിയ അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മൾ 22 മുതൽ ദുബായിൽ ഒരു പൊടി പൊളിച്ചിട്ടുണ്ട്. അപ്പൊ ഹാപ്പി വാലന്റൈൻസ് ഡേ. പൂതെല്ലാം പറയലൊക്കെ ശരി ശരി. അല്ല, അതാ ഞാൻ അങ്ങോട്ട് തന്നതാ. Okay. വെച്ചോളൂ. Okay. വാലന്റൈൻസ് ഡേ അല്ലേ? Yeah. ഇരിക്കട്ടെ. താങ്ക് യു. ഇരിക്കട്ടെ. Thank you so much. So that is our very own Shine Tom Chago, brightening up the entire. All of you will get a photo opportunity with our guest. ഞാൻ നമ്മുടെ ഗസ്റ്റിനെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. റിയൽ ചാലഞ്ചിന്റെ വിന്നേഴ്സ് എല്ലാവരും എത്തിയോ? നിങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ? കുറച്ചുപേര് വന്നിട്ടില്ല. ഓക്കെ ഓക്കെ. സോ can you guys join them? Oh my darling, real challenge winners ആണ് ഇവരൊക്കെ. So once again congratulations to all of you.
to make this even more beautiful, we have കണ്ടില്ല ഇന്ത്യയിലെ ആണുങ്ങൾ കെട്ടിപ്പിടിക്കും. ഇങ്ങനോടെ ഞങ്ങൾ വലയും കേട്ടോ. അയ്യോ ശരിയെന്നാ.